എൽ ഡി എഫിന് അനുകൂലമായ വലിയ ഒരു ജനമുന്നേറ്റം രാഷ്ട്രീയ സാക്ഷരതയുള്ള കേരളത്തിലെ ജനങ്ങളുടെ വളരെ വിപുലമായ വിശ്വാസം അതാണ് ഇന്നത്തെ വോട്ടെടുപ്പിൽ രേഖപ്പെടുത്തപ്പെടുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏപ്രിൽ മാസം 9-ാം തീയതിയാണ് ഇന്ന് ഈ വോട്ടെടുപ്പ് നടക്കുന്നത്. ഏപ്രിൽ ആദ്യത്തെ ആഴ്ചയാണ് VMSന്റെ നേതൃത്വത്തിൽ ആദ്യമായി ഒരു ജനപക്ഷ ഗവൺമെൻറ് 1957 ഏപ്രിൽ 5 കൃത്യമായി പറഞ്ഞ ഇന്നേക്ക് 4 ദിവസം മുമ്പ് 69 വർഷങ്ങൾക്ക് മുമ്പ് നിലവിൽ വന്നത്. ഭൂപ്രഭുത്വം കേരളത്തിൽ തുടച്ചു മാറ്റാനുള്ള നടപടികൾക്ക് തുടക്കം കുറിച്ചത് ആ ഗവൺമെൻറ്റാണ്. അതിനുശേഷം ഇടതുപക്ഷ ഗവൺമെൻറ്റുകൾ കേരളത്തിൻ്റെ മുന്നേറ്റങ്ങൾക്ക് അടിത്തറയിട്ടു. നയനാർ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് സമ്പൂർണ്ണ സാക്ഷരതയും ജനകീയാസൂത്രണവും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. ഇടയ്ക്ക് UDF ഗവൺമെൻറ് കേരളത്തിനെ പിന്നോട്ടടിക്കുന്ന സമീപനങ്ങളെടുത്തു. അത് ഞാൻ വിശദീകരിക്കുന്നില്ല. ഇപ്പോൾ 10 വർഷം പൂർത്തിയാക്കിയ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള LDF ഗവൺമെൻറ് വർദ്ധിച്ച ജനപിന്തുണ നേടിയെടുത്തുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വരും. ആ LDF വിജയം പുതിയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കും. തുടർച്ചയാണ്, എന്നാൽ കൂടുതൽ ആഴത്തിലും വ്യാപ്തിയിലുമുള്ള പരിഷ്കാരങ്ങൾ. ഒരു വിജ്ഞാന സമൂഹമായി കേരളത്തെ മാറ്റുക, വിജ്ഞാന സമ്പദ്ഘടന കേരളത്തിൽ വികസിപ്പിക്കുക, ഒരു നവകേരളം സൃഷ്ടിക്കുക, അതിന് അനുകൂലമായ വിധിയാണിത്. അതേസമയം ഞങ്ങൾക്ക് ഒരുപാട് നേട്ടങ്ങൾ പറയാനുള്ളതിനിടയ്ക്ക് ഞങ്ങൾക്കൊരു കോട്ടങ്ങളും ഉണ്ടായിട്ടില്ലെന്നല്ല, ബോധപൂർവമല്ലാതെ ചില പോരായ്മകളോ കുറവുകളോ സംഭവിച്ചിട്ടുള്ളത് മാധ്യമങ്ങളും ജനങ്ങളും ചൂണ്ടിക്കാണിച്ച അത് ഉൾക്കൊണ്ട് തിരുത്തിക്കൊണ്ടായിരിക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പുതിയ ഗവൺമെൻറ് കൂടുതൽ ജനവിശ്വാസം ആർജിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ പോകും. ശ്രീ കെ സുധാകരൻ അതിനെക്കുറിച്ച് പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടുണ്ട്. അതിനുവേണ്ടി നമുക്കെല്ലാം പ്രാർത്ഥിക്കാം, അദ്ദേഹം രാഷ്ട്രീയ വനവാസത്തിന് പോകാൻ ഇടയാവാത്ത സാഹചര്യം സൃഷ്ടിക്കാൻ. അതാണ് UDF ക്യാമ്പിൽ തന്നെയുള്ള അഭിപ്രായം. പ്രതിപക്ഷത്തിൻ്റെ അവകാശം വീട് പാവപ്പെട്ടവർക്ക്, ഉരുൾപൊട്ടലിൽ നഷ്ടപ്പെട്ടവർക്ക് വീട് വെച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ് പിരിച്ച കാശിൻ്റെ കണക്കില്ലാതെ അത് പലരുടെ കീശയിലേക്ക് ഒഴുകിപ്പോയ കേരളത്തിന് അവമാനമാണ്. UDFും കോൺഗ്രസും ഈ വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട് നടത്തിയ മരിച്ചുപോയവരുടെ ഓർമ്മയെ സാക്ഷി നിർത്തി പിരിച്ച പണം അപഹരിച്ചത്. അപ്പം അതുപോലെ അത്തരത്തിലുള്ള UDF വിരുദ്ധ വികാരമാണ് ജനങ്ങൾക്കിടയിൽ. വിശ്വസിക്കാൻ പറ്റാത്ത കൂട്ടർ ഹരിയാനയിൽ സീറ്റ് കൊടുക്കാമെന്ന് പറഞ്ഞ് വലിയ കോഴകൾ കേരളത്തിലെ പ്രമുഖ കോൺഗ്രസ് നേതാക്കന്മാർ ഈടാക്കിയതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ കോൺഗ്രസിൻ്റെ മഹിളാ വിഭാഗത്തിൻ്റെ നേതൃത്വം തന്നെയാണ് പ്രഖ്യാപിച്ചത്. അപ്പം ഇങ്ങനെ എല്ലാ നിലയിലും പ്രതിസ്ഥാനത്ത് നിൽക്കുകയാണ് കോൺഗ്രസും UDFും. അതുകൊണ്ട് ഈ ജനങ്ങളുടെ തള്ളിച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ ഒരു വികാര ആവേശത്തിൻ്റെ ആവിഷ്കാരമായിട്ടാണ് ഞാൻ കാണുന്നത്. UDF സഹായിച്ചിട്ടുള്ളപ്പോൾ മാത്രമേ അസംബ്ലിയിലേക്കും പാർലമെന്റിലേക്കും ഒക്കെ BJPക്ക് എന്തെങ്കിലും ചില്ലറ നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. അത്തരത്തിലുള്ളതൊന്നും ഇത്തവണ പ്രവർത്തിക്കും എന്ന് ഞങ്ങൾ കരുതുന്നില്ല. LDF ഭൂരിപക്ഷം നേടിക്കഴിയുമ്പോൾ അതിൻ്റെ നേതൃത്വം ആലോചിച്ച് മുഖ്യമന്ത്രിയാകാൻ ഏറ്റവും യോഗ്യരായ ആളുകളെ കണ്ടെത്തും. അത് ലിംഗ പരിഗണന വെച്ചിട്ടല്ല അക്കാര്യം തീരുമാനിക്കുക. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് സ്ത്രീ ശാക്തീകരണത്തിന് ഏറ്റവും കൂടുതൽ സംഭാവന നൽകിയിട്ടുള്ളത്. അപ്പോൾ ഈ വനിതാ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ടുണ്ടാക്കുന്ന ചർച്ചകളിലെല്ലാം എടുത്തു പറയാനുള്ള പേരുകൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാരേ ഉള്ളൂ. UDFിൽ നിന്ന് ആരെങ്കിലും അങ്ങനെ ചൂണ്ടിക്കാണിക്കാറുണ്ടോ? ഇല്ല. അതാണ് പിണറായി തന്നെ അതിനെക്കുറിച്ച് മറുപടി പറഞ്ഞു കഴിഞ്ഞു. വിജയിച്ചു കഴിയുമ്പോഴാണ് LDF നേതൃത്വം കൂടി ആര് നയിക്കണം എന്നുള്ളത് തീരുമാനം. അല്ലെ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രചരണ ക്യാമ്പയിനെ മുഴുവൻ നയിച്ചത് പിണറായിയാണ്. അതിനകത്ത് യാതൊരു സംശയമില്ല. ജയം കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾക്കറിയാൻ കഴിയും വളരെ പെട്ടെന്ന് തന്നെ ആര് നയിക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ 3ാമത്തെ തുടർ സർക്കാരിനെ എന്ന്. BJPക്കും കോൺഗ്രസിനും പണക്കൊഴുപ്പും തെരഞ്ഞെടുപ്പിൽ തങ്ങൾക്ക് അനുകൂലമായി വോട്ടർമാരെ ആകർഷിക്കാനുള്ള മാർഗങ്ങൾ ആയിട്ട് അവർ കാണുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ അത്തരം ആക്ഷേപം വന്നിട്ടുള്ളത് BJPയെ കുറിച്ചാണ്. കോൺഗ്രസിനെ കുറിച്ചുള്ള ആക്ഷേപങ്ങളുമുണ്ട്. അതൊക്കെ തള്ളിക്കളയാൻ തക്ക രാഷ്ട്രീയ സാക്ഷരത കേരളത്തിലെ വോട്ടർമാർക്കുണ്ട്.